നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകളായിട്ട് ആവശ്യപ്പെട്ടിരുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു റംസാനൊക്കെ വരെയല്ലേ, ആ സമയത്ത് ചെയ്യാലോ എന്ന് വിചാരിച്ചു. നമ്മുടെ മട്ടൺ കറിയാണ്. അപ്പോൾ മട്ടൺ കറി പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മയുടെ വീട്ടിൽ ചെയ്തിരുന്ന റെസിപ്പി, അതായത് അമ്മയും ചിറ്റിയും അമ്മായിമാരും ഒക്കെ ചെയ്തിരുന്ന സെയിം റെസിപ്പിയാണ്. എന്താണെന്ന് വെച്ചാൽ അവരെല്ലാവരും പ്രഷർ കുക്കറിലാണ് ഈ മട്ടൺ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഏറ്റവും എളുപ്പത്തിലെ മട്ടൺ കറി ഉണ്ടാക്കാനുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു മാക്സിമം ഒരു 15 മിനിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മട്ടൺ കറി റെഡിയാക്കാം. പിന്നെ ഈ കറിയിൽ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഉണ്ടാവുക. നമ്മൾ ചേർക്കുന്ന സവോളയൊക്കെ നന്നായിട്ട് അങ്ങ് അലിഞ്ഞ് കുക്കായി പോവും, ആ രീതിയിലാണ് ഈ കറി. അപ്പോൾ ഇത് പാനിലും ഉണ്ടാക്കാം, സെയിം തന്നെ കുക്കറിലും ഉണ്ടാക്കാം. കുക്കറിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി എളുപ്പമായിരിക്കും. ആ രീതിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ടുള്ള റെസിപ്പികളല്ലേ വേണ്ടത്. അപ്പോൾ ഇതിനു മുന്നേ തന്നെ ഞാൻ അമ്മയുടെ വീട്ടിൽ ചെയ്യുന്ന രീതിയിൽ തന്നെയുള്ള അമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ കറി ചെയ്തിരുന്നു. അപ്പോൾ അതാണെങ്കിലും ഇതുപോലെ തന്നെ കുക്കറിലല്ല കുക്ക് ചെയ്യുന്നത്, പക്ഷേ എല്ലാ മസാലകളും ചിക്കനും എല്ലാം മിക്സ് ചെയ്തിട്ട് ഒറ്റ പ്രാവശ്യം ഒരു പാത്രത്തിൽ വേവിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ പാത്രങ്ങൾ കഴുകണ്ട, അതുപോലെ തന്നെ ജോലികൾ കുറച്ചുകൂടി ഈസിയാണ്. നമ്മൾ അതിൻ്റെ കൂടെ നിന്ന് ജോലി ചെയ്യേണ്ട സമയം വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ മട്ടൺ കറി നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. നന്നായിട്ട് എളുപ്പത്തിൽ നമുക്ക് ജോലികൾ തീർക്കാം. ഈ പെരുന്നാൾ സമയത്തൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ റെസിപ്പികൾ ചെയ്യുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പികളല്ലേ ചെയ്യാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മട്ടൺ കറി പെരുന്നാൾ സ്പെഷ്യലായിട്ട് സെലക്ട് ചെയ്തത്. ആദ്യമേ മട്ടൺ കറിയുടെ റെസിപ്പി ചോദിച്ചവരെല്ലാവരും ക്ഷമിക്കുക, എനിക്ക് ഇത്തിരി സമയം എടുത്തിട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ മട്ടൺ കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കൂ. പിന്നെ മട്ടൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആവുന്ന മട്ടൺ ചില ആളുകൾക്ക് നല്ല ഇളയ മട്ടൺ ആയിരിക്കും കിട്ടുക, ചില ആളുകൾക്ക് മൂപ്പ് കൂടിയ മട്ടൺ ആയിരിക്കും കിട്ടുക. അതനുസരിച്ച് ആ കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരുത്തുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മട്ടൺ കറിയിലേക്ക് വെള്ളം ചേർക്കാറില്ല. പൊതുവെ മട്ടൺ കറി ഉണ്ടാക്കുമ്പോൾ വെള്ളം ചേർക്കാറില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുക്ക് ചെയ്ത് വരുമ്പോൾ വെള്ളം കുറവാണെങ്കിൽ തിളച്ച വെള്ളം മാത്രം ചേർക്കുക, പച്ചവെള്ളം ഒഴിക്കരുത്. കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അത് പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ കറിക്ക് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഈസി പ്രഷർ കുക്കർ മട്ടൺ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 3/4 കിലോ മട്ടണിലേക്കായിട്ട് 3 വലിയ സവോള എടുക്കുക. അതുപോലെ തന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, പച്ചമുളക്, തക്കാളി. ബാക്കി പൊടികൾ ഞാൻ ഓരോന്നായിട്ട് ചേർക്കുമ്പോൾ പറയാം എത്ര വീതമാണ് ചേർക്കുന്നതെന്നുള്ളത്. സവോള ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്. അധികം തിക്കായിട്ടല്ല, അധികം തിന്നായിട്ടല്ല. തക്കാളിയും ചെറിയ കനത്തിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മളൊന്ന് ചതച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കുക്കർ ചൂടാക്കിയിട്ടുണ്ട്. കുക്കറിലേക്ക് ഞാനിപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ചേർക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ചെറിയ ബർണറിൽ ലോ ഫ്ലെയിമിലാണ് കേട്ടോ കുക്കർ വെച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സവോള ഒന്ന് വഴറ്റിയെടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ചേർക്കുന്നത് 2 ഏലക്ക, ചെറിയ 2 പീസ് പട്ട, 2 ഗ്രാമ്പു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗരം മസാലപ്പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഈ ഹോൾ സ്പൈസസിൻ്റെ ഒരു ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഏലക്കയും പട്ടയും ഗ്രാമ്പും ചേർക്കുന്നത്. ഇത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാവുക. അപ്പോൾ ഏലക്കയും പട്ടയും ഗ്രാമ്പും ഒക്കെ ചൂടായി തുടങ്ങി, പൊട്ടിയിട്ടില്ല. പൊട്ടുന്നതിന് മുന്നേ തന്നെ ഞാൻ സവോള ചേർക്കാണ്. അപ്പോൾ ചെറിയ സവോളയാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് എണ്ണ വ്യത്യാസം വരുത്താം. വലിയ സവോളയാണ് ഞാൻ പറഞ്ഞത്, 3 വലിയ സവാള എന്നുള്ളത്. ഈ സവോള ഒന്ന് കളർ ചേഞ്ച് ആയി നന്നായി കുക്കായി വരണം. അപ്പോൾ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇപ്പോൾ ആഡ് ചെയ്യാം. സവോള ഒന്ന് സോഫ്റ്റായി വരാനുള്ള ഉപ്പ് ചേർത്ത് ഇതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. ഈ സവോള ഒന്ന് കുക്കായി വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സവോള ഒന്ന് സോഫ്റ്റായി തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മുറിച്ച് ചേർക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ചതച്ച് ചേർക്കുമ്പോഴാണ്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും. ഇനി വീണ്ടും നമുക്ക്
ഇളക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ഒക്കെ കറക്റ്റായിട്ട് കുക്കായി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഞാൻ ചെറിയ ബർണറിൽ തന്നെ ഫ്ലെയിം കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുക്കർ സ്റ്റീലായതുകൊണ്ട് അടിയിൽ കരിഞ്ഞു പിടിക്കും. അതാണ് ഞാൻ ഈ ചെറിയ ബർണറിൽ വെച്ചതിൻ്റെ കാര്യം. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ സവാളയിൽ നിന്ന് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളിയും നന്നായിട്ട് സോഫ്റ്റായി വരണം, അതുവരെ വീണ്ടും ഇളക്കി കൊടുക്കുക. ഈ കുറച്ച് കുക്കിംഗ് മാത്രമേ ഇതിൽ ബുദ്ധിമുട്ടായിട്ടുള്ളൂ, ഈ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ സവാള ഞാനൊരു 5 മിനിറ്റാണ് ഇളക്കി കുക്ക് ചെയ്തെടുത്തത്. ഇനിയിപ്പോൾ തക്കാളി ഒന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ തക്കാളിയും ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ എല്ലാം ചേർന്ന് കുക്കായിക്കോളും. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് മട്ടനാണ്. അപ്പോൾ നിങ്ങൾക്ക് മസാലപ്പൊടികൾ ചേർത്തിട്ട് മട്ടൺ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. പക്ഷെ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ആദ്യം മട്ടൺ ചേർക്കുക. മട്ടൺ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഇളക്കുമ്പോഴും മട്ടണിലേക്ക് നന്നായിട്ട് എല്ലാ മസാലകളും മിക്സ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ മട്ടൺ ഒന്ന് കുക്കായി തുടങ്ങുകയും ചെയ്യും. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർക്കുക. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ചെറിയ ബർണറിൽ തന്നെയാണ്, മാറ്റിയിട്ടില്ല. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഈ മട്ടണിലേക്ക് നമ്മൾ വെള്ളം ചേർത്തിട്ടല്ല വേവിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന മട്ടൺ വേവാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർക്കാം. ഈ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് കുറഞ്ഞു വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർത്ത് 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ നിറയെ ചേർക്കാം. പിന്നെ കുരുമുളക് പൊടി ചേർക്കാതെ കുരുമുളക് ചതച്ച് ചേർക്കുന്നതാണ് മട്ടണും ബീഫിനും ഒക്കെ ടേസ്റ്റ് ഉണ്ടാവുക. എല്ലാ കറികൾക്കും ഫ്രഷായിട്ട് ചതച്ച് ചേർക്കുന്നതാണ് ടേസ്റ്റ്. പിന്നെ നമ്മൾ ചിക്കൻ വയ്ക്കുമ്പോൾ എളുപ്പത്തിന് കുരുമുളക് പൊടിയാണ് ചേർക്കാറുള്ളത്. മല്ലിപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഇതും 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഇത്രയും ചേർക്കേണ്ട. പക്ഷേ കറിക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ തന്നെ ചേർക്കുക. അപ്പോൾ നമ്മുടെ മുളക് പൊടിയും ചേർത്ത് നമ്മൾ ഇളക്കി. ഇനി ചേർക്കുന്നത് കുരുമുളക് പൊടിച്ചത്. കുരുമുളക് ചതച്ചെടുത്ത അളവ് 1 ടേബിൾ സ്പൂണാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുരുമുളക് പൊടിയുടെ എരിവ് കൂടുതലായിട്ട് വേണമെന്ന് ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ടാണ് കൂടുതലായിട്ട് ചേർക്കുന്നത്. ആ കുരുമുളക് ഇടയ്ക്കൊന്ന് കടിക്കാനും കിട്ടണം. ഇനി നമുക്കിതിലേക്ക് മട്ടൺ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. നമ്മൾ ആദ്യം സവാളയ്ക്കുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഗരം മസാലപ്പൊടി ചേർക്കാം. അപ്പോൾ ഗരം മസാലപ്പൊടി ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഉണ്ടാക്കുന്നത് കുരുമുളക് പൊടി ചേർത്തിട്ടാണ്. ഇപ്പോൾ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്. നമുക്ക് അവസാനം കുറച്ചുകൂടി ചേർക്കാം. പിന്നെ ചേർക്കേണ്ടത് പെരിഞ്ജീരകപ്പൊടിയാണ്. അതിപ്പോൾ നമ്മൾ ചേർക്കുന്നില്ല, ലാസ്റ്റ് ചേർക്കുള്ളൂ. അപ്പോൾ ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 4 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മട്ടൺ നന്നായിട്ട് സോഫ്റ്റായി തുടങ്ങും. അതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതാ കണ്ടോ, നമ്മൾ 5 മിനിറ്റായിട്ട് മട്ടൺ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ കുക്കറിൽ ഞാനൊരു 2 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാൻ പോവാണ്. വെള്ളം ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് മട്ടൺ കുക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുക്കർ അടച്ച് വെയിറ്റ് ഇടാതെ വയ്ക്കുക. അതിനുശേഷം ഒന്ന് തുറന്നു നോക്കുക. എന്താണെന്ന് വെച്ചാൽ വെള്ളം വരുന്നുണ്ടോ മട്ടണിൽ നിന്ന്, നമുക്ക് കിട്ടിയിട്ടുള്ള മട്ടൺ എങ്ങനെയാണെന്ന് നോക്കുക. അതിനുശേഷം മാത്രം വെയിറ്റ് ഇടാം കേട്ടോ. അപ്പോൾ ഞാനിത് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യാൻ പോവാണ്. അതിനുശേഷം നമുക്ക് തുറക്കാം. തുറന്നിട്ട് കുക്കായിട്ടില്ലെങ്കിൽ വീണ്ടും 1-2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ കുക്കറിൽ 3 വിസിൽ വന്നതിന് ശേഷം കംപ്ലീറ്റ് പ്രഷർ പോയി കഴിഞ്ഞപ്പോൾ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ഗ്രേവി ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. അതിനുശേഷം മട്ടണിൽ നിന്ന് വെള്ളം വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക, കുക്ക് ചെയ്യുക. പിന്നെ കുക്കായി കഴിയുമ്പോൾ ഇതുപോലെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായി വരും. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത്
നമ്മുടെ പെരുംജീരകം പൊടിച്ചത്. പെരുംജീരകത്തിൻ്റെ ഫ്ലേവർ നമുക്ക് ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. മാക്സിമം 1/2 ടീസ്പൂൺ മതി. പിന്നെ അത്രയ്ക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ആണെങ്കിലും ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് ഞാനിപ്പോൾ 1/2 ടീസ്പൂണും കൂടി നമ്മുടെ ഗരം മസാലപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഉടനെ തന്നെ ഇളക്കി കൊടുക്കില്ല, ഒന്ന് അടച്ച് വെക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കുള്ളൂ. ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ മട്ടൻ കറി ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനപ്പോൾ ഇതിന് മുകളിൽ കുറച്ച് കറിവേപ്പില ജസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുക്കർ അടച്ചു വെച്ചിട്ട് തുറന്നപ്പോൾ ഗ്രേവി കുറവായിരുന്നു. ഗ്രേവി ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇനി ചൂട് മാറി വരുന്നതനുസരിച്ച് ഗ്രേവി തിക്കായി വരും. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ചേർത്ത് ഒന്നുകൂടി തിളപ്പിച്ചെടുത്തു. അപ്പോൾ ഗ്രേവി കറക്റ്റായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഗ്രേവി ഉണ്ട്. അപ്പോൾ എല്ലാവരും മട്ടൻ കറി ഈസി ആയിട്ട് കുക്കറിൽ ഉണ്ടാക്കി നോക്കൂ, ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ നിങ്ങളുടെ കുക്കറിൻ്റെ വലിപ്പം അനുസരിച്ച്, ഇപ്പോൾ നമ്മൾ വലിയ കുക്കറിൽ കുറച്ച് ക്വാണ്ടിറ്റിയാണ് കുക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും. അതുപോലെ നമുക്ക് കിട്ടുന്ന മട്ടൺ ഏതാണോ മൂപ്പ് കൂടിയതാണോ എന്നുള്ളതനുസരിച്ചും കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും. അത്ര ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. ബാക്കിയുള്ള പ്രോസസ്സൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കുക്കിംഗ് ഇഷ്ടമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പികൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.